പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നാൾ പുതിയൊരു വർഷം പറ. എല്ലാരും നന്നാവണം. നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കി നന്നായിട്ട് നല്ല കമന്റ്സ് ഇടണം. വേണ്ടേ? ഒന്നും അറിയാത്ത കുഞ്ഞിനിറക്കും അങ്ങനെ വേണ്ടാതിനൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് നന്നാവുക. നമ്മൾ ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്തവർ ഇനിയും സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ സ്നേഹിക്കുക. നമ്മളെന്തായാലും നമ്മളെ ലൈഫായിട്ട് എൻജോയ് ചെയ്ത് പോലെ ആത്തുക. പാപ്പ് വേണം എൻ്റെ കുട്ടിക്ക്. രാവിലെ കുളി കഴിഞ്ഞ് അപ്പം പാപ്പ് വേണം. എൻ്റെ കുട്ടിക്ക് വിശക്കും. നമ്മൾ പാപ്പ് ഉണ്ടാക്കാൻ പോവാണ്. എന്താ മിഠായി കണ്ടിരിക്കുന്നു ഗായ്സ്. മിഠായി കണ്ട പിന്നെ എൻ്റെ മുളക്ക് മിഠായി മതി കേട്ടോ. മിഠായി പൊച്ച് ഇങ്ങോട്ട് വാ. കാത്തു നീ കുറുമ്പിയാണോ? അല്ലേ? കുറുമ്പിയാണോ ഞാൻ കേട്ട്? അല്ല. ഓക്കെ. മിഠായി കണ്ടാ? മിഠായി കണ്ടാ നിങ്ങള്? ഇതാര മിഠായ? കാത്തുന്റെ മിഠായിയാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഏട്ടൻ ഉറക്കത്തിലാണ്. കാരണം ഇന്നലെ നമ്മള് അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി തൊഴുത് കുഞ്ഞനച്ചൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് കറങ്ങി നടന്ന് ഫുഡെല്ലാം കഴിച്ച് റിട്ടേൺ വീടെത്തുമ്പോൾ 2 മണി. അച്ഛൻ പാപ്പൻ്റെ മേമോട് പാപ്പ് വയ്ക്കാൻ പോയില്ലേ നമ്മള്? കുഞ്ഞും പാപ്പ പോയല്ലേ ചെന്നില്ലേ? ഇന്നലെ അയച്ചില്ലേ? ഇന്ന് നമ്മള് പാപ്പ് കഴിച്ചില്ലേ? ഓക്കെ. ഇന്നലെ അയച്ചില്ലേ? ഇന്നലെ കഴിച്ചു. ഞാൻ വീഡിയോ ഇടാം. ഓക്കെ. ഇന്നലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. 2 മണി എൻ്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ 2:30 ഞങ്ങൾ കുന്നോളം വഴി വന്നു. ചെറിയ വഴിയിൽ എല്ലാം ന്യൂ ഇയർ ആഘോഷം ഒക്കെ 1 മിനിറ്റ് ആഘോഷം ഒക്കെ ഉണ്ടോ? ആ മിഠായി പറക്കേ നീ ഏതെടുത്തിട്ട് എടുക്ക്. ന്യൂ ഇയർ ആഘോഷം എല്ലാം ഉണ്ടെങ്കിൽ വെച്ച് കുന്നോളം വഴി വന്നപ്പോൾ അവിടെ നമുക്ക് പതുക്കെ വന്നപ്പോൾ ഒരു 2:30 ആയിട്ടുണ്ടായിരുന്നു. എത്തി കാലം കഴുകി പോവാ കിടക്കുമ്പോൾ 2:30 ആയിട്ടുണ്ടായിരുന്നു. രാവിലെ ഇവിടെ നമുക്ക് എത്ര നേരം ഒരു മിനിറ്റ് എത്ര നേരം വഴിക്ക് കിടന്നാലും ഇവളെ ഒരു 8 മണിക്കാകുമ്പോഴേക്കും മുമ്പൾക്ക് ഒരു 7 മണിക്ക് ഉണർവ് കിട്ടും. 8 മണി കഴിഞ്ഞ് പിന്നെ അവള് നമ്മളെ കിടക്കുമ്പോൾ കിടത്തില്ല. അപ്പൊ ഞാൻ പതുക്കെ എഴുന്നേറ്റു. ഏട്ടൻ നല്ല ഉറക്കത്തിലാണ്. നമുക്ക് രാവിലേക്ക് എന്തെങ്കിലും തട്ടിമുട്ടി ഉണ്ടാക്കാം. വാ. ഇന്ന് ഏട്ടൻ എഴുന്നേക്കാത്തോണ്ട് തന്നെ കാത്തുമര എല്ലാ പീഡനും ഞാനാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവളോട് കുറേ നേരം നമ്മൾ വർത്താനം പറഞ്ഞിരിക്കണം, അവളവിടെ കളിച്ച് നിൽക്കണം, അങ്ങനെ ഓരോന്ന് ചെയ്യണം. എന്നാലാണ് കുട്ടി ഡീസൻ്റായിട്ട് അവിടെ ഇരിക്കുള്ളൂ. അതേപോലെ തന്നെ എനിക്ക് എപ്പോഴും കമൻറ്റ് വരാറുണ്ട്, കാത്തൂന് അവിടെ ഇരുത്തല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? വീട്ടിൽ വേറെ ആരും ഇല്ലൊന്ന് ഏൽപ്പിക്കാൻ. ഏട്ടന് വയ്യ, അല്ലെങ്കിൽ ഏട്ടൻ പുറത്ത് പോയിരിക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ എനിക്ക് അടുക്കളയിൽ പണിയെടുക്കണമെങ്കിൽ ഒരൊറ്റ ഓപ്ഷനുള്ളൂ കേട്ടോ. ആൾ നിലത്തൊന്നും നിർത്തി ആൾ നിൽക്കില്ല. ആൾ അപ്പുറത്ത് എവിടെയുമ്പോഴേ വേറെ എന്തെങ്കിലും പണി മേടിച്ച് വയ്ക്കും. വല്ല ഫ്ലഗിൻ്റെ ഉള്ളിൽ കൈയിടുക, അങ്ങനത്തെ പരിപാടിയൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് നിർത്തണമെങ്കിൽ ഇങ്ങനെ പാദ്യം പുറത്ത് കയറ്റിയിരുത്തിയാൽ മാത്രമാണ് അവളവിടെ ഇരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അവളവിടെ ഇരുത്തുന്നത്. അല്ലാതെ എനിക്കും ഇഷ്ടമുണ്ടായിട്ടല്ല, എനിക്കും പേടിയുള്ള കാര്യം തന്നെയാണ്. പിന്നെ നമ്മളൊരു അമ്മയാകുമ്പോൾ ഒരു ധൈര്യം, നമ്മളെ ശ്രദ്ധ ഫുൾ അവളടുത്താണ് എന്നുള്ളൊരു ധൈര്യത്തിൽ നിർത്തണു എന്നുള്ളൂ. അപ്പം അതാ കാത്തുമ്മ കണ്ട. ഇവിടെ ഞാൻ ഡബ് ചെയ്യുമ്പോഴും അവൾ എൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പുറത്തെ ഏട്ടുണ്ട്, പക്ഷെ അവിടെ പോവില്ല അത്രേ. ഞാൻ ഡബ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ തക്കാളി ഇറക്കിക്കൊണ്ട് സബോള അരിഞ്ഞുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അപ്പുറത്ത് നമ്മളെ കാത്തുമ്മയും ഇങ്ങനെ അരിയാന്ന് പറഞ്ഞിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട്. അവളൊക്കെ കുരുത്തക്കേടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സബോള പീസ് എടുത്തിട്ട് അവിടെ നിന്നിട്ട് കൈ കൊണ്ട് അരിഞ്ഞ് കളിക്കുക, അങ്ങനത്തെ ഒരു കുരുത്തക്കേടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സബോള അരിഞ്ഞതിൻ്റെ ശേഷം എന്താ ഞാൻ അടുപ്പത്ത് പാത്രം കയറ്റി വെച്ചിട്ടുണ്ട്, ചട്ടി കയറ്റി വെച്ചു. അത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോഴേക്കും ഞാൻ ബാക്കിയുള്ള തക്കാളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ തക്കാളിക്കറിയും ദോശ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് ഓരോ ദിവസം ഓരോരോ പൂതികളായിരിക്കും. അപ്പം ഇന്ന് എനിക്ക് തക്കാളി കറിയാണ് കൂട്ടാൻ തോന്നുന്നത് ദോശയ്ക്ക്. ഇവിടെ അപ്പയ്ക്കും മുളകും ചമ്മന്തി മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ചമ്മന്തി കൂട്ടി മടുത്തു. എനിക്കും ദോശയും ചമ്മന്തി ഇഷ്ടമായിരുന്നു. പക്ഷെ എന്നും അതാകുമ്പോൾ നമുക്ക് മടുക്കില്ല. അപ്പം ഞാൻ ഏട്ടൻ ഉറങ്ങണ കാരണം ഞാൻ മിണ്ടാതെ പോയിട്ട് ഉണ്ടാക്കുന്നതാ കേട്ടോ. എഴുന്നേറ്റ് വന്നാൽ പിന്നെ എന്താ ഫുഡെന്ന് വെച്ചാൽ കഴിച്ചോളും എന്നുള്ള പ്രതീക്ഷയിൽ അതിനകത്ത് ആ ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി വന്ന് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും ഞാൻ ബാക്കി എൻ്റെ കയ്യിലും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. എണ്ണ ചൂടാൻ കുറേ ടൈം എടുക്കട്ടോ, കാരണം അടുപ്പിൽ തീ കുറവാണ്. ഇതൊന്ന് റെഡിയാക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഏട്ടൻ കേൾക്കില്ല. ഇനി പുതിയ ഗ്യാസ് അടുപ്പ് മേടിക്കണം പറഞ്ഞാൽ ഇതിനും പെട്ടെന്ന് പോയിട്ട് എനിക്ക് മേടിച്ച് കൊടുന്ന് തരും, അല്ലെങ്കിൽ വാ പോയി മേടിക്കാമെന്ന് പറയും. പക്ഷെ ഇത് റെഡിയാക്കുമ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര മടി പിടിച്ച പരിപാടി കേട്ടോ അവന്. പുതിയത് മേടിക്കാത്തൊന്നും കുഴപ്പമില്ല, ഇങ്ങനെ റെഡിയാക്കാൻ പോകുന്നതൊന്നും വലിയ ഇഷ്ടമില്ല. അങ്ങനെ എണ്ണ ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടി വന്നപ്പോൾ ഞാൻ സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 സബോള അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അപ്പരടുത്തി പൊക്കോ കുഞ്ഞെ, അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കല്ലേ. പിന്നെ അത് നന്നായി ചൂടായി ഒന്ന് വണങ്ങി വരണം കേട്ടോ. അപ്പോൾ അതുമായിരിക്കും ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ. വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ട് പെട്ടെന്ന് വണക്കിയെടുക്കാം. ഞാനും ഉപ്പിടാറുണ്ട്, എന്താണോ ഇതുവരെ ഇടാത്തത്. അതേപോലെ ഞാൻ ഉപ്പിട്ട് കൊടുക്കും. കണ്ട ഉപ്പിട്ട് ഇനി പെട്ടെന്ന് നമുക്ക് സബോള വണങ്ങി കിട്ടും. അപ്പോഴേക്കും നമ്മളെ കാത്തുമ്പോൾ ഒക്കത്ത് കയറിയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയിലും കയറിയിട്ടുണ്ട്, ഇപ്പോൾ ലൈവായിട്ട് മേത്ത് കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. ഈ മുതൽ കുറച്ച് നേരം താഴത്തോടെ ഇരുന്ന് പിന്നെ എൻ്റെ മേത്ത് കയറിയിരിക്കണം. അതെൻ്റെ കുട്ടി ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയല്ലേ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ തക്കാളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അതെല്ലാം മൂത്ത് വന്നപ്പോഴാണ് ഞാൻ വെള്ളം ഒഴിച്ചത് കേട്ടോ. ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് എടുക്കാത്ത തന്നെയാണ് ഞാൻ ഫുള്ളും കാണിക്കഴിഞ്ഞ്. അങ്ങനെ തക്കാളി കറി അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ദോശ ചുടാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണോ അതിങ്ങനെ കറക്റ്റ് റൗണ്ടിൽ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ ഈ കറിയുടെ റെസിപ്പി ഇടാഞ്ഞത് എൻ്റെ അമ്മ പലപ്പോഴും അമ്മയുടെ വീഡിയോയിലായിട്ട് കൊടുക്കാറുള്ളൊരു വീഡിയോ തന്നെയാണ് തക്കാളി കറിയുടെ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്നിട്ടില്ല എന്നുള്ളൂ. അത് പോരാത്തതിന് ഇന്ന് നമുക്കിത് കഴിഞ്ഞിട്ട് വേണം ആദിയോഗിയുടെ അവിടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ വിളിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാൻ വായോന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല. എനിക്ക് 1-ാം തീയതി വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്ക് മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അടുക്കളയിൽ കയറിയിട്ട് ദോശ ചുടുന്നതാണ്. രാവിലത്തെ ഫുഡ് വീട്ടിൽ നിന്ന് കഴിച്ചാൽ നമുക്കൊരു സമാധാനമാവുമല്ലോ. അങ്ങനെ എനിക്കും ഏട്ടനും കാത്തുമ്മയ്ക്കും മാത്രമാണ് ഒരു 5 ദോശയൊക്കെ മതി ഇട്ടാൽ. പക്ഷെ ഞാൻ ഉണ്ണികൾക്കും കൂടി ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അതിനുള്ള മാവിൻ്റെ ഉള്ളൂ, എല്ലാവർക്കും ഉണ്ടാക്കി കൊണ്ടുപോകാനുള്ള മാവിൻ്റെ ഇല്ല. നമുക്ക് 3 ആൾക്കായിട്ട് അരച്ച് വയ്ക്കുന്നതല്ലേ. അപ്പം എന്തായാലും പിള്ളേർക്ക് വിശപ്പ് മാറാനുള്ള ദോശ കൊണ്ടുപോകാം എന്നുള്ള പ്ലാനിൽ ഞാൻ അവർക്ക് കൂടി വേണ്ടി ദോശ ഉണ്ടാക്കുന്നുണ്ട്. നിലക്കാരനും കുറച്ച് ദോശ തന്നെയായിട്ട് ഉണ്ടാക്കുന്നത്. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് കട്ടി ദോശയോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കാത്തുമാട് അലമ്പുണ്ടാക്കി നടക്കുന്നുണ്ട്. കുടിക്കാൻ വെള്ളം വേണം, അത് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ കുറുമ്പ് കാണിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇത് ദോശമായപ്പോൾ ഞാൻ ഏട്ടനെ പോയിട്ട് വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. വേഗം പോയി ബാത്റൂം പോയി പല്ല് വെച്ചിട്ട് വായോ ചൂടോർക്കാൻ ഞാൻ ദോശ കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടൻ വന്നിട്ടുണ്ട്. ഏട്ടൻ കഴിക്കുമ്പോൾ കാത്തുമ്മയ്ക്കും എനിക്കുള്ളത് വായിൽ വെച്ച് തരുന്നുണ്ട് കേട്ടോ. ഇരുന്ന് കഴിക്കാനുള്ള ടൈമൊന്നും നമുക്കില്ല. അപ്പോൾ ഞാൻ ദോശ ചൂടുന്നുണ്ട്, ഏട്ടൻ അപ്പുറത്ത് വായിൽ വെച്ച് തരുന്നുണ്ട്. അങ്ങനെ ഏട്ടാ ഞങ്ങളെ വിശപ്പും മാറ്റിയത്. നമ്മൾ മേശയും പോയിരുന്ന് വർത്താനം പറഞ്ഞ് കഴിക്കാൻ നിന്ന് കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂർ പോവും. ഇതാകുമ്പോൾ നമ്മൾ ദോശ തീറ്റും കഴിഞ്ഞു, ദോശ ഉണ്ടാക്കലും കഴിയും, ഒറ്റയടിക്ക് എല്ലാ പണിയും തീരും. നമ്മൾ കാത്തും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോരോ കുറുമ്പുകളായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു 10-12 ദോശ ഉണ്ടാക്കാനുള്ള മാവ് എനിക്ക് കിട്ടിയിട്ട് ഞാൻ അത് പ്രതീക്ഷിച്ചില്ല. പക്ഷേ കുഴപ്പമില്ല, ഉണ്ണികളെ വിശപ്പ് മാറാനുള്ള ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എനിക്കൊരു സമാധാനമായി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വേഗം തന്നെ ഡ്രസ്സ് മാറലും പോക്കൊക്കെ തന്നെയായിരുന്നു. എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം ദോശ അതിൻ്റെ ശേഷം ബാക്കിയുള്ള ഉണ്ണികൾക്ക് ഞാൻ പാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വീടെത്തിയപ്പോഴോ വീട്ടിൽ അവരില്ല കേട്ടോ. അവർ തറവാട്ടിൽ പോയിക്കായിരുന്നു ഒച്ചമ്മേനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ പോയിരുന്നു കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉച്ചയാവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആദിയോഗിയുടെ ഇടയ്ക്ക് പോകാൻ വേണ്ടി തിരിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാനാണ് പോയത്. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ കൊണ്ടുപോയ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് അമ്മയും അച്ഛനും ഉണ്ണിയാൾക്ക് കൂടി ഇരുന്ന് കഴിച്ചു. എല്ലാവർക്കും ഒരുവിധം വിശപ്പ് മാറാനുള്ള ദോശ കയ്യിലുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതിനും കൂടുതൽ കിട്ടിയല്ലോ, അതൊക്കെ ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെന്താ ആ കറി ആക്കാനുള്ള പാത്രമായിട്ടാണ് ഞാൻ നോക്കുന്നത്. കറിയും കുറവ് തന്നെയായിരുന്നു. ഞങ്ങളെ വീട്ടിലെല്ലാവരും നന്നായി കറി കൂട്ടി ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഞങ്ങൾക്ക് 3 ആൾക്ക് വേണ്ടി എന്നെ കുറച്ചേശം ഉണ്ടാക്കി ശീലിച്ചിട്ടേ കുറവിനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിനതൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ നേരെ തറവാട്ടിൽ പോയി അവിടെ അമ്മേനെ അച്ഛനെ കണ്ട് അവിടുന്ന് ഞാൻ ഉണ്ടാക്കിയ ദോശയെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് കുറച്ചാണ്ട് എത്തുമ്പോഴേക്കും നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടാണ്. കാരണം ദോശ വളരെ കുറവെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. അതിന് നമ്മൾ സ്ഥിരമായിട്ട് കയറാറുള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, അമ്മല ഹോസ്പിറ്റലിൽ അപ്പുറത്തായിട്ട്, തൃശ്ശൂർ തന്നെ.
അപ്പോൾ അവിടെ ആട്ടോ നമ്മൾ കയറിയത്. അവിടുത്തെ ഊണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ പ്രശ്നത്തെ കറികൾ അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ തോന്നിയില്ല. അല്ലെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഞാൻ വേറെ എവിടെ പോയാലും എല്ലാ കറിയും കൂട്ടി ഫുഡ് കഴിക്കില്ല, പക്ഷെ അവിടുത്തെ ഞാൻ എല്ലാ കറിയും കൂട്ടി ഫുഡ് കഴിക്കാറുണ്ട്. അങ്ങനെ അതാ ഞങ്ങൾ ചോറൊക്കെ മേടിച്ചു. ഒരു 3-4 തരം കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏട്ടനൊന്നും വേണ്ട പറഞ്ഞു. അവൻ ദോശ കഴിച്ചുകൊണ്ട് തന്നെ അവനൊന്നും വേണ്ട പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 4 ഊണാട്ടോ മേടിച്ചത്. കുണിക്കുമോള്, അച്ഛൻ, അമ്മ, കുണുക്കൻ, ഞാൻ, കാത്തു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. കാത്തുമ്മ ഇപ്പോൾ വലിയ ആളായതുകൊണ്ട് തന്നെ അവൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കണം. നമ്മൾ അവളെ ഹെൽപ്പ് ചെയ്യണം, ഫുഡ് വായിൽ വെച്ച് കൊടുക്കാനോ ഒന്നും പാടില്ല കേട്ടോ. വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഏകദേശം അവൾക്ക് മതിയാവാറാകുമ്പോഴാണ് നമ്മൾ വായിൽ വെച്ച് കൊടുത്ത് അവൾ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കൈ തട്ടി മാറ്റിക്കൊണ്ടേ ഇരിക്കും. അല്ല, അവൾ ഒറ്റയ്ക്ക് കഴിക്കാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവൾക്ക് ആവശ്യമുള്ള ചോറൊക്കെ അവൾ ഉണ്ടോളും. അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനം. അതേപോലെ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലെത്തുമ്പോൾ ഈ ചേച്ചി, അതേപോലെ അമ്മേരെ നാട്ടിലുള്ള ചേച്ചിയുണ്ട് ക്യാഷിലിരിക്കുന്നത്, അവരൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കമ്പനിക്കാരാട്ടാ. അപ്പോൾ ഈ ചേച്ചിക്ക് നമ്മളവിടെ എത്തി കഴിഞ്ഞാൽ അപ്പം നമ്മളടുത്ത് വന്ന് എത്ര തിരക്കാണെങ്കിലും വന്ന് ഒരായെങ്കിലും പറയാതെ പോവില്ല. അങ്ങനെ ഞാൻ മുന്നേ ഒരിക്കൽ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വന്ന ടൈമിൽ എന്നോട് ചോദിച്ചു, നിങ്ങളെല്ലായിടത്തും പോയി വീഡിയോ എടുക്കില്ല, എന്ത് ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാത്തതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം ചേച്ചിനെ കാണിച്ചിട്ട് തന്നെ വീഡിയോ എടുത്തത്. അങ്ങനെ ആ റെസ്റ്റോറൻറ്റിൽ ആരെയും പോയിട്ടുണ്ടെങ്കിൽ ചേച്ചിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നല്ല സ്നേഹം ചേട്ടാ. നമ്മൾ എന്ത് ഫുഡ് എന്തെങ്കിലും പപ്പടം എന്തെങ്കിലും ആശിനെ കൂടുതൽ ഒഴിച്ചാലും ഒരു മടിയില്ലാതെ തരാനും അതിൽ നമ്മളോട് വർത്താനം പറഞ്ഞ് നിൽക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചേച്ചീനെ. അതേപോലെ ഞാൻ പറഞ്ഞില്ല, അമ്മേരെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയുണ്ട് ക്യാഷിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ചേച്ചിയാണെങ്കിലും ക്യാഷിൻ്റെ അവിടെ ചെറിയ തിരക്ക് ഒഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളടുത്ത് വന്ന് വർത്താനം പറയും, കാത്തൂനെ കളിപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ ഇടയിൽ ഏട്ടൻ വന്നു മുന്തിരി ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ മുന്തിരി ജ്യൂസാണ് കുടിച്ചത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറേ ദൂരം വന്ന് തമിഴ്നാട് എത്തുന്നതിനായിട്ടും കുറച്ച് മുന്നേ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കടയിൽ നിർത്തി. നമ്മൾ സാധാരണ ഈ റൂട്ട് പോകുമ്പോൾ തമിഴ്നാട് എത്തുകൊണ്ട് മുന്നേ നമ്മൾ ഒരു ചായ കുടിക്കും. അവിടെ എത്തി ഞാൻ അടുത്ത പാല് കുറച്ച് വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തമിഴ്നാട് നമ്മൾ ഏത് റൂട്ട് പോയാലും തമിഴ്നാട് എത്തുകൊണ്ട് മുന്നേ ഏതെങ്കിലും കടയിൽ കയറി ചായ കുടിക്കാറുണ്ട്. അപ്പോൾ ഞാനും അമ്മയും അച്ഛനൊക്കെ കാപ്പിയായിരുന്നു. കുണിക്കും ബൂസ്റ്റ്, ഏട്ടൻ ചായ, കൂടെ ഒരു ബെന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബെന്ന് കാപ്പിയിൽ മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്കല്ലാതെ ഈ ചായ കാപ്പിയൊന്നും വെറുതെ കുടിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ബെന്ന് കിട്ടി കഴിഞ്ഞാൽ ഇത് മുക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേ സ്വഭാവമാണ് നമ്മളെ കാത്തുമ്മയുടെ. പക്ഷെ അവളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു, കാത്തു ഇങ്ങനെ കയറില്ല, അമ്മ പൊട്ടിച്ചു വായിൽ വെച്ചരാന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് വേണ്ടാത്ര, മൂപ്പര് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കുത്തിയതാണ്. കുറേ നേരം കുത്തിയായിട്ടിപ്പോൾ പറ്റുന്നില്ല, കുട്ടിക്ക് മനസ്സിലായി. അങ്ങനെ ചെയ്ത് ഞാൻ റെഡി ആവില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ മൂപ്പരനെ പൊട്ടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. കാത്തുമ്മയ്ക്കും ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടം തന്നെയാണ്. പക്ഷെ ഏട്ടൻ തീരെ ബെന്നൊന്നും ഇങ്ങനെ കാപ്പിയിലൊന്നും മുക്കി കഴിക്കണം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്നെപ്പോലെ കാത്തുമ്മയും ഇത് കഴിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ എനിക്ക് മൈഗ്രൈൻ്റെ തലവേദന വന്നിട്ട് ഇടയ്ക്ക് തന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന ടൈമുണ്ട്. ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ ചെയ്യുക, അതിൽ കൈവേദന വരും. കൈയിന് എന്തെങ്കിലും കുറച്ചധികം ടൈം ഇരുന്ന് പണി ചെയ്ത് കഴിഞ്ഞാൽ കൈവേദന വരും പണ്ട്. അപ്പോൾ ഒരു വേദന ഇഞ്ചക്ഷൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ അവിടുത്തെ കാപ്പിയും പെന്നും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു പക്ഷേ ഒരു ചെറിയ വേദന വരുമ്പോൾ ഞങ്ങളുടെ ഓടിയെന്ന് എനിക്ക് കാപ്പിയും പെന്നും കഴിക്കാനായിരുന്നു സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇങ്ങനെ വല്ല യാത്രകൾ പോകുമ്പോൾ ബെന്നി കിട്ടുകയാണെങ്കിൽ മാത്രം ഞാനൊരു കാപ്പി മേടിക്കും. ബെന്നി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു പരിപാടിക്ക് നിൽക്കില്ല കേട്ടോ. ബെന്നി ഉണ്ടെങ്കിൽ തന്നെയാണ് ഞാൻ കാപ്പി കുടിക്കാറുള്ളൂ. അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരമായിരുന്നു വർത്താനൊക്കെ പറഞ്ഞ് കാപ്പി കുടിച്ചു. അതേപോലെ മിക്സറും അങ്ങനെ 1-2 സാധനങ്ങളും ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ യാത്രയുടെ ഇടയിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. കാല കയറ്റി വെച്ചിട്ടാണ് മൂപ്പര് ഇരിക്കുന്നത്. പിന്നെ അവിടെ നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്ത് ആദിയോഗിയിൽ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തുമ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉണ്ണി ഇങ്ങനെ ഫുഡ് വണ്ടിയിൽ നിന്ന് കഴിക്കണോണ്ട് എൻ്റെ മേത്ത് മൊത്തം ചെളിയാക്കും. അതുകൊണ്ട് അവിടെ എത്തിയാൽ മാറാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയിലിരുന്ന് അതെല്ലാം മാറി നമ്മൾ ഇറങ്ങുമ്പോഴേക്കും ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 5:45 എത്തി, ഒരു 6:30 ആകുമ്പോഴേക്കും നമ്മളിതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഒരുപാട് തിരക്കിലേക്ക് പോയില്ല. അവിടെ പോയി പിള്ളേരൊക്കെ ഉള്ളതല്ലേ വെച്ചിട്ട് ഒരുപാട് തിരക്കിലേക്ക് പോയില്ല. കുറച്ച് ദൂരം നിന്നിട്ടാണ് നമ്മൾ കണ്ടു. പക്ഷേ അവിടെ പോയപ്പോൾ ഭയങ്കര ഫീലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ലൈറ്റ് ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണാൻ എന്തോ രസമാണെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും ശിവഭഗവാൻ ഇങ്ങനെ അടുത്ത് നിന്ന് കാണാൻ ഒരു ഫീല് തോന്നും.
അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യം നമ്മൾ ന്യൂ ഇയറിന് വീട്ടിൽ ഇറച്ചി മീനൊക്കെ മേടിച്ച് എൻജോയ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രാവശ്യത്തെ ന്യൂ ഇയർ നമുക്ക് അങ്ങനെ ആയിരുന്നില്ല. തലേദിവസം ന്യൂ ഇയർ സ്റ്റാർട്ടിങ് ആയിട്ട് മുന്നേ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്തായിരുന്നു. 1-ാം തീയതി നമ്മൾ ശിവനെ കാണാൻ പോയി. ആദ്യം അവിടെ പോയി ഒരുപാട് പ്രാർത്ഥിക്കാനും കുറേ നേരം അവിടെ നിൽക്കാനും ഒക്കെ പറ്റി. അവിടെ വേറെ സ്ഥലം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര അതിൻ്റെ ഒരു മഠം പോലെ എന്തോ ഉണ്ട് അത്ര. എനിക്ക് അവിടേക്ക് ഈ പ്രാവശ്യം പോകാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ അടുത്ത പ്രാവശ്യം എന്തായാലും അവിടേക്ക് പോകും. എനിക്ക് അതിൻ്റെ പേരെന്താണെന്നും കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ അവിടെ ഭയങ്കര ഫീലാണ്, നമുക്ക് മൈൻഡിന് ഭയങ്കര ഫ്രഷ് ആവും എന്നൊക്കെ പറഞ്ഞു. അടിപൊളി എന്നൊക്കെ എന്നോട് അവിടെ സബ്സ്ക്രൈബ് ചേച്ചിയുടെ അടപ്പാ ചേച്ചി പറഞ്ഞാട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അങ്ങോട്ട് പോകണം എന്നൊരാഗ്രഹമുണ്ട്. എനിക്കെന്തോ ഇപ്പം ഇങ്ങനെ ഭയങ്കര ശാന്തമായ സ്ഥലത്ത് പോയിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ അമ്മ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. കാത്തുമ്മ അച്ചാച്ചൻ്റെ കൈയും പിടിച്ചിട്ട് ഡാൻസ് കളിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കാത്തുമ്മയ്ക്ക് എൻ്റെയും ബേബിയുടെ കൂടെ നടക്കാണ്ട് ഇഷ്ടം ഇവരെ കൂടെ നടക്കാൻ. ഇവരാകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ഞങ്ങളാണെങ്കിൽ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അവൾക്ക് അവരെ കൂടെ നടക്കാനാണ് കൂടുതലിഷ്ടം. ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയല്ലേ ശരിക്കും. നമുക്ക് നേരിട്ട് കാണുന്നങ്ങാട്ട് ഫീൽ ഇപ്പം ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അയ്യോ അവിടെ എനിക്ക് വീണ്ടും പോകണം എന്ന് തോന്നിക്കൊണ്ടിരിക്കുക. അത്ര രസമുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഏട്ടനും കുണുക്കനും കൂട്ടിയിട്ട് ആദ്യം തന്നെ പോയി നിന്നിട്ടുണ്ടായിരുന്നു. എനിക്കിതൊന്നും ഓർമ്മയില്ല. ഇപ്പോൾ 2-3 ദിവസമായില്ലേ. അന്നത്തെ ഒരു കാര്യങ്ങളും എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മയൊന്നുമില്ല. ഞാൻ അവിടെ എത്തിയതിൻ്റെ ശേഷമാണ് ഈ കൂറ ലുക്കൊക്കെ മാറിയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ റെഡി ചെയ്ത്. ഈ കുട്ടീനെ വെച്ച് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ പോകാൻ എളുപ്പമൊന്നുമല്ല. എത്ര ഭംഗിയിൽ പോയാലും അവിടെ എത്തുമ്പോഴേക്കും കൂറ ആവാറുണ്ട് ഞാൻ. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ പരിപാടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര കൂറായിട്ട് ഇറങ്ങുള്ളൂ കേട്ടോ. അവിടെ എത്തുമ്പോൾ ഞാൻ റെഡിയാവും. പിന്നെ ഞങ്ങളങ്ങനെ ഓരോരുത്തർ ഫാമിലിയിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. കുഞ്ഞിന് വരാൻ പറ്റിയില്ല കേട്ടോ, കാരണം അവൾക്ക് പറ്റാത്തൊരു ടൈം ആയതുകൊണ്ട് തന്നെ അവൾക്ക് വരാൻ പറ്റിയില്ല. ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തന്നെയായിരിക്കും വരിക. പിന്നെ കാത്തുമ്മയ്ക്ക് നല്ല ഉറക്കം വരുന്നതിൻ്റെ വാശി ഉണ്ടായിരുന്നു. കാരണം രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ഇതുവരെയ്ക്കും ഒരു പോള കണ്ണടച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഷോ ആകുമ്പോഴേക്കും അവളെക്കാത്തും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് സ്ഥിരം പരിപാടിയാണ്. എന്തെങ്കിലും മെയിൻ കാര്യമാകുമ്പോൾ അവൾ ഉറക്കമായിരിക്കും. ഞാൻ അവിടെ നിന്ന് കുറേ നേരം നിന്നിട്ടാട്ടോ. എനിക്ക് തോന്നുന്നു 7 മണി തൊട്ട് ഒരു 7:15 ആകുമ്പോഴാണ് ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് എടുത്തതാട്ടോ. കാരണം നമുക്ക് ശരിക്കും ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ അതിൻ്റെ ഭംഗി ശരിക്കും അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എന്തോ രസമല്ല ഇങ്ങനെ ഓരോന്നായിട്ട് എൻ്റെ ലൈറ്റിന് കത്തി വരുന്നത്. അയ്യോ ഓടി നിന്ന് കാണുമ്പോൾ അടുത്ത ഓളിയും ബഹളും ഒക്കെ ഓടിയാകുമ്പോൾ ഉണ്ടല്ലോ വേറെ ലെവൽ ഫീലായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര രസമായിരുന്നു. അവിടെ എല്ലാവരും ഭയങ്കര ബഹളവും കാര്യങ്ങളായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഈ ലൈറ്റിൽ നിന്ന് നോക്കിയാണ് ഇങ്ങനെ ശിവൻ്റെ ഓരോരോ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മേ എന്താ രസം. ഇത്രയും നാൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇടയ്ക്ക് പോകാൻ പറ്റിയില്ല എന്ന് തോന്നിപ്പോയിട്ടാണ്. നമ്മൾ ഇതിനു മുന്നും ഒരുപാട് വട്ടം അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരു പകുതി സ്ഥലം വരെയൊക്കെ എത്തും. പക്ഷെ എന്നാലും നമ്മൾ അടുത്ത പ്രാവശ്യം പോവുക. അതാ ലൈറ്റായി അതാണ് നേരത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാരണവശാലും മുടങ്ങി അവസാനം നമുക്ക് ന്യൂ ഇയറിൻ്റെ അന്നാട്ടോ പോകാൻ പറ്റിയത്. അതും എനിക്കൊരു ഭാഗ്യമായിട്ട് തോന്നി. കാരണം ഇത്ര നാളും പോകാൻ പറ്റിയത് ഇങ്ങനെ നല്ലൊരു ദിവസം തന്നെയാണല്ലോ. അതും നല്ലത് തന്നെയായിരിക്കും. നമുക്കൊരു കാര്യം പറ്റാത്തതും പിന്നൊരിക്കൽ പറ്റുന്നതും എല്ലാം നല്ലതിനാണെന്ന് ചിന്തിക്കാനാണ് എനിക്കിപ്പോൾ കൂടുതലും ഇഷ്ടം കേട്ടോ. ചിലപ്പോൾ അതെൻ്റെ പ്രാന്തായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നാലും ഇപ്പം അങ്ങനെയൊക്കെ തോന്നുന്നത്. അതേപോലെ നോക്കി ശിവൻ്റെ കണ്ണ് തുറക്കണ പോലെ കേട്ടോ ആ ലൈറ്റ് കൊണ്ട് തോന്നിയത്. ശരിക്കും നമുക്ക് നേരിട്ട് കാണുമ്പോഴും ഒറിജിനലായിട്ട് അതിനെ കണ്ണ് തുറക്കണ പോലെ അങ്ങനെ ഒരു ബിംബം, അങ്ങനെ പ്രതിമയായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഭയങ്കര ഒരു ജീവനുള്ള ഒരു രൂപം പോലെയാണ് നമുക്ക് അവിടെ നിന്ന് കാണുമ്പോൾ തോന്നുക. അത്രയും ക്ലാരിറ്റി ഉണ്ടായിരുന്നു ആ ഒരു ലൈറ്റിനും കാര്യങ്ങൾക്കും ഒക്കെ. കുറേ നേരം നിന്ന് അവിടെ നിന്ന് ആ ലൈറ്റെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നല്ല തിരക്കുണ്ട്. അപ്പോൾ വേഗം കൂടി ഇറങ്ങിയില്ലെങ്കിൽ ആ ബ്ലോക്കിൽ നിന്ന് വിട്ട് കിട്ടാൻ നല്ല ടൈമാവും നമുക്കറിയാം. എന്നിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ ബ്ലോക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോഴേക്കും 1.5-3 മണിക്കൂർ മേളിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് തൃശ്ശൂർ എത്തിയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. തൃശ്ശൂരിൽ ഒരു അക്ഷയ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ എപ്പോഴെങ്കിലും ആ വഴി കൂടെ പോകുമ്പോൾ കയറാറുള്ളൊരു ഹോട്ടലാണ്. അവിടെ കയറി പുട്ടും മീൻകറിയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഓർഡർ ചെയ്തത്. കുണുക്കം മാത്രമാണ് എനിക്ക് നൂഡിൽസ് മേടിച്ചത്. അതിൽ നിന്ന് കാത്തു കഴിച്ചു.
ഞങ്ങളെല്ലാവരും പുട്ടും മീൻകറി ആയിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോന്നു. അമ്മേനെ അച്ഛനൊക്കെ ആദ്യം വീട്ടിലിറക്കിയിട്ടാണ് പിന്നെ ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ ഉറങ്ങി എഴുന്നേറ്റിൻ്റെ ശേഷം രാവിലെ എടുത്ത വീഡിയോ കേട്ടോ അത്. കാത്തും വേണ്ട നല്ല ഉഷാറായിട്ടാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റ്. അപ്പോൾ അടുത്തൊരു ചെറിയ പീസാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ബൈ.